Welcome my dear children. Today I am going to share with you how to do revision. എങ്ങനെ നമുക്ക് റിവിഷൻ നടത്താം. ഒരു പക്ഷേ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൽ മൂന്നാമത്തെ പോയിന്റ് റിവൈസ് ആൻഡ് റിവൈസ് എന്നാണ്. അങ്ങനെ പരീക്ഷയുടെ അന്ന് വരെ ഫ്രഷ് ആയിട്ടിരിക്കാമെന്നാണ് അന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നത്. ഇനി എങ്ങനെ നമുക്ക് റിവൈസ് ചെയ്യാം? രണ്ട് തരത്തിൽ നമുക്ക് റിവിഷൻ നടത്താം. ഒന്ന് കണ്ടിന്യൂവസ് റിവിഷൻ, ചാപ്റ്റർ വൈസ് ചാപ്റ്റർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടിൽ ദ ഡേ ഓഫ് എക്സാമിനേഷൻ വി ആർ ഗോയിങ് ഓൺ റിവൈസിങ് ദ ചാപ്റ്റേഴ്സ്. രണ്ടാമത്തെ മെത്തേഡ് ദറ്റ് ഈസ് 5 ടൈം റിവിഷൻ. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന പേര്. എന്താണ് 5 ടൈം റിവിഷൻ? നമുക്കറിയാം ബയോളജിയിൽ ഒരു ദിവസം നമുക്ക് 3 പേജ് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെങ്കിൽ നിങ്ങൾക്കറിയാം, ഡയഗ്രാംസ് വരയ്ക്കണം, സ്ട്രക്ചർ അനലൈസ് ചെയ്യണം, സ്ട്രക്ചർ ലേബൽ ചെയ്യണം, ഫങ്ഷൻ പറയണം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മാക്സിമം വി ക്യാൻ കവർ ഓൺലി 2 or 3 പേജസ് മാക്സിമം. നമ്മൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞു, ടീച്ചർ ഒരു 3 പേജ് എടുത്തു കഴിഞ്ഞു. നാളേക്ക് നമുക്കറിയാം അടുത്ത 3 പേജ് ക്ലാസ് ടീച്ചർ എടുക്കും. സോ ആ 3 പേജ് നമ്മൾ അഡ്വാൻസ് റീഡിംഗ് എന്ന് പറയും. ആദ്യത്തെ പോയിന്റ് ഈസ് അഡ്വാൻസ് റീഡിംഗ്. അഡ്വാൻസ് റീഡ് ചെയ്ത് കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും, കുറേ ഒന്നും മനസ്സിലാവില്ല, കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. എനിവേ 2 or 3 ടൈംസ് നിങ്ങളൊന്ന് വായിച്ച് ക്ലാസ്സിലിരിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് റിവിഷൻ. സെക്കൻഡ് റിവിഷൻ, നമ്മൾ ക്ലാസ്സിൽ വന്നു, ടീച്ചർ ക്ലാസ് എടുത്തു, നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി. ദാറ്റ് മേക്സ് സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷൻ ഓഫ് ദാറ്റ് 3 പേജസ്. നൗ ആസ് യൂഷ്വൽ നമ്മൾ വീട്ടിൽ പോകുന്നു. വീട്ടിലിരുന്ന് നമ്മൾ പഴയ പോലെ തന്നെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ അന്നെടുത്ത പോർഷൻസ് അന്ന് തന്നെ പഠിക്കും. അതിൻ്റെ ഹോംവർക്കുകൾ അന്ന് തന്നെ ചെയ്യും. അതേപോലെ ഇവിടെയും ഇന്നെടുത്ത പോർഷൻ, ഇന്ന് ആ പർട്ടിക്കുലർ പോർഷൻ 3 പേജ് നമ്മൾ നന്നായിട്ട് വായിച്ചു പഠിച്ചു. അങ്ങനെ 3 റിവിഷൻ കഴിഞ്ഞു. 4th റിവിഷൻ നമ്മൾ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അടച്ചു വെച്ചു. ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് അതിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മനസ്സിൽ ഓർത്ത്, ഇന്ന് ക്ലാസ്സിലെടുത്ത പോയിന്റ്സ് മനസ്സിൽ ഓർത്ത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി വയ്ക്കണം. ജസ്റ്റ് വേർഡ്സ് മാത്രം മതി, നമുക്ക് കാര്യം മനസ്സിലാവുക. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ എത്തുമ്പോൾ നമുക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓപ്പൺ ദ ടെക്സ്റ്റ് ബുക്ക്, റീഡ് ദ പർട്ടിക്കുലർ പോർഷൻ, അഗെയിൻ ക്ലോസ് ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ദ പോയിന്റ്സ്. ഇങ്ങനെ 4ാമത്തെ റിവിഷൻ കഴിയും. ആൻഡ് നമുക്കറിയാം നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇന്നെടുത്ത പോർഷൻ്റെ ബാക്കിയായിരിക്കും, കണ്ടിന്യൂവേഷൻ ആയിരിക്കും ടീച്ചർ ക്ലാസ്സിൽ എടുക്കുന്നത്. അത് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഇന്നെടുത്ത തലേദിവസം എടുത്ത പോർഷൻ ഒന്ന് നമ്മൾ ക്വിക്കായിട്ടൊന്ന് വായിച്ചു പോയി, നമ്മുടെ നോട്ടൊന്ന് വായിച്ചു പോയി. അതോടുകൂടി നെക്സ്റ്റ് ഡേ എടുക്കുന്ന ക്ലാസ് നമുക്ക് ഫുൾ തറവായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ വിത്തിൻ 24 hours ഒരു പർട്ടിക്കുലർ പോർഷൻ, ഒരു 2-3 പേജ് വി ക്യാൻ ഡു 5 ടൈംസ് റിവിഷൻ. ഇത് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. കാരണം നമുക്ക് 4 സബ്ജക്റ്റ് ഉണ്ട്, 4 സബ്ജക്റ്റും ഇതേപോലെ തന്നെ പോകണമെന്നാണ് ഞാൻ പറയാം. എനിവേ ഈ 7-8 മാസം ഒരു തപസ്സാണ്. ഹാർഡ് വർക്ക് അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം നമുക്കറിയാം മോർ ദാൻ 20 lakh സ്റ്റുഡൻസ് ആണ് പരീക്ഷ എഴുതുന്നത്. യു ഫുള്ളി ഇമേഴ്സ് ഇൻ ദിസ് എൻഡവറിൽ ഫുള്ളായിട്ട് ഇമേഴ്സ് ചെയ്ത് ട്രൈ ടു സ്കോർ ഗുഡ് മാർക്സ്. സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കെ, താങ്ക് യു.